Hi students, welcome to class Aura. നമ്മൾ find the vector SD കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോബ്ലം ആണ്. Find the vector equation of a line passing through the point തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നേക്കണ പോയിന്റ് അറിയാം -1 0 2 ആണ് ഒരു പോയിന്റ് തന്നേക്കണേ. അടുത്ത പോയിന്റ് 3 4 6 ആണ് സെക്കൻഡ് പോയിന്റ് തന്നേക്കണേ. ഇങ്ങനെ രണ്ട് പോയിന്റ് വരുമ്പോൾ നമ്മൾ ആദ്യം ഇതിനെ x1 y1 z1 ഇതിന് x2 y2 z2 എന്ന് പേര് കൊടുക്കുക. അപ്പോൾ രണ്ട് കോർഡിനേറ്റ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ആദ്യം രണ്ട് പോയിന്റ് വരുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എ ആയിട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ എ എന്ന് പറഞ്ഞ ഏതാ മക്കളെ? ദാറ്റ് ഇസ് ഈക്വൽ ടു -i പ്ലസ് 0j പ്ലസ് 2k നമുക്ക് പാസ് ചെയ്യണം പോയിന്റായി. ഇനി ബി എന്ന് പറഞ്ഞ എന്താണ്? വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ s2 മൈനസ് x1 ഇൻറ്റു i. അതായത് ഡയറക്ഷൻ റേഷ്യോ രണ്ട് പോയിന്റ് തന്നാൽ ഏതാണ്? എ എന്ന് പറഞ്ഞാൽ s2 മൈനസ് x1 ആണ്. അടുത്ത് ബി എന്ന് പറഞ്ഞ ഏതാ? y2 മൈനസ് y1 ഇൻറ്റു ജെ. അടുത്ത ഏതാ? z2 മൈനസ് z1 ഇൻറ്റു കെ ആണ് നമ്മുടെ ബി എന്ന് പറഞ്ഞ വെക്റ്റർ. അപ്പോൾ നമ്മൾ ഈ ഫോർമുലയിലേക്ക് കൊടുത്തു കഴിയുമ്പോൾ 3s2 എന്ന് പറഞ്ഞ 3 മൈനസ് -1. അപ്പോൾ നടുക്കുള്ള മൈനസ് അവിടെ തന്നെ എഴുതി. x1 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ ആദ്യത്തെ i ആയി. ദെൻ നെക്സ്റ്റ് y2 എന്ന് പറഞ്ഞാൽ 4. അപ്പോൾ 4 മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ 0j പ്ലസ് z2 എന്ന് പറഞ്ഞാൽ 6 മൈനസ് z1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു കെ. ഇപ്പം നമ്മുടെ ഡയറക്ഷൻ റേഷ്യോ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ 3 മൈനസ് -1 4i വരും. 4 മൈനസ് 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 4j വരും. ദെൻ 6 മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 4k വരും. ഇപ്പം നമ്മുടെ ഡയറക്ഷൻ റേഷ്യോ ബി എന്ന് പറഞ്ഞ ഏതായി? ബി എന്ന് പറഞ്ഞാൽ 4i പ്ലസ് 4j പ്ലസ് 4k ആയി. എ എന്ന് പറഞ്ഞാൽ i പ്ലസ് 0j പ്ലസ് 2k. ഇനി നമ്മുടെ ഇക്വേഷൻ ഓഫ് വെക്റ്റർ ഇക്വേഷൻ ഏതാ? വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബിയിലേക്ക് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ എന്താ മക്കളെ? വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബി ആണ്. ഇനി എ എന്ന് പറഞ്ഞ വെക്റ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ബി കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും ഇക്വേഷനിലേക്ക് കൊടുക്കണം. എ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണം -i പ്ലസ് 0j പ്ലസ് 2k പ്ലസ് ലാംഡ ഇൻറ്റു ബി എന്ന് പറഞ്ഞ വെക്റ്റർ കിട്ടിയേക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു 4i പ്ലസ് 4j പ്ലസ് 4k ആണ്. നമുക്ക് എയും ബിയും കിട്ടി. വെക്റ്റർ ആർ ഈക്വൽ ടു എ പ്ലസ് ലാംഡ ബിയിൽ വെക്റ്റർ എ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു -i പ്ലസ് 0j പ്ലസ് 2k പ്ലസ് ലാംഡ ഇൻറ്റു വെക്റ്റർ ബി എന്ന് പറഞ്ഞാൽ 4i പ്ലസ് 4j പ്ലസ് 4k. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് വെക്റ്റർ ഇക്വേഷന് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പോടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിച്ചാൽ അതും കൂടെ എഴുതാം. അപ്പോൾ x1 y1 z1 ആണ്. അപ്പോൾ x മൈനസ് 1 ഡിവൈഡഡ് ബൈ ഈ 4 അത് നമ്മൾ പഠിച്ചേക്കണെയാണ് ജനറൽ ഫോം എഴുതാൻ. y മൈനസ് ഈ 0 ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു z മൈനസ് z1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു ലാംഡ. അപ്പോൾ അതിൻ്റെ വെക്റ്റർ ഇക്വേഷനുമായി കാർട്ടീഷ്യൻ ഫോമുമായി. കാരണം x മൈനസ് x1 ഡിവൈഡഡ് ബൈ എ, y മൈനസ് y1 ഡിവൈഡഡ് ബൈ ബി, z മൈനസ് z1 ഡിവൈഡഡ് ബൈ സി നമ്മുടെ കാർട്ടീഷ്യൻ ഫോമുമായി. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ SD ആണ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അത് നമുക്ക് രണ്ട് ഫോർമുല ഉപയോഗിക്കാം. നമുക്ക് എളുപ്പമുള്ളൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു s2 മൈനസ് കാർട്ടീഷ്യൻ ഫോമാണ് എളുപ്പം. s2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 a1 b1 c1 അടുത്ത് a2 b2 c2 ഡിറ്റർമിൻ്റ് ഓഫ് s2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 a1 b1 c1 a2 b2 c2 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് i j k. ഈ വീണ്ടും a1 b1 c1 a2 b2 c2 വരും. ഡിറ്റർമിൻ്റ് a1 b1 c1 a2 b2 c2 വരും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊരു ഇക്വേഷനാണ്. ഇതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ആൻസർ ആയി. ഒന്നുകൂടെ പറയാം. SD എന്ന് പറഞ്ഞാൽ s2 മൈനസ് x1 y2 മൈനസ് y1 z2 മൈനസ് z1 a1 b1 c1 a2 b2 c2. ദെൻ അടുത്ത ഏതാണ്? അടുത്ത അതേ ഈ ഒരു ടേം അങ്ങനെ തന്നെ ഇവിടെ റിപ്പീറ്റഡ് ആണ്. i j k കൊടുക്കുക. ഇത് പിന്നെ വീണ്ടും റിപ്പീറ്റഡ് a1 b1 c1 a2 b2 c2 a2 b2 c2 നമ്മുടെ SD-യുടെ ഫോർമുല ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തന്നേക്കണ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. നമ്മുടെ ഇക്വേഷനകത്തുള്ള വാല്യൂസ് എല്ലാം നമ്മൾ ഈ ഫോർമുലയിലേക്ക് കൊടുക്കാൻ എടുത്തെഴുതാം. അപ്പോൾ ആദ്യത്തെ x1 y1 z1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടിയ x1 y1 z1 ആണ് പാസ് ചെയ്യണ പോയിന്റ്. അപ്പോൾ നമ്മുടെ x1 ഏത് വരും? ഇവിടെ -1 വരും, 0 വരും, 2 വരും. ആദ്യത്തെ ഫസ്റ്റ് ഇക്വേഷൻ -1 0 2 -1 0 2. അപ്പോൾ ഇത് x1 ആയി, ഇത് y1 ആയി, ഇത് z1 ആയി. ആദ്യത്തെ ഇക്വേഷനായി. രണ്ടാമത് നമ്മൾ കിട്ടിയേക്കണ ലൈനിൽ നിന്നാണ് s2 y2 z2 എന്ന് പറഞ്ഞ് ഇത് വരും. രണ്ടാമത്തെ സെക്കൻഡ് ലൈനിൽ നിന്നുള്ളത്. അപ്പോൾ ഏതാണെന്ന് നോക്കിയാൽ 1 ജെയുടെ കോഎഫിഷ്യന്റ് 1 കെ അവിടെ ഇല്ല. അപ്പോൾ അത് 0 കൊടുക്കും. അപ്പോൾ നമ്മുടെ x2 y2 z2 ആയി.
ഇനി നമ്മുടെ A1 B1 C1 എഴുതണം. A1 B1 C1. A1 B1 C1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് കിട്ടിയ ഡയറക്ഷൻ റേഷ്യോ. അപ്പോൾ 4 4 4. അപ്പോൾ 4 4 4. ഇനി A2 B2 C2 എന്ന് പറഞ്ഞാൽ A2 B2 C2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ 2 - 1 1. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിലേക്ക് ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് x1 y1 z1 എന്ന് പറഞ്ഞാൽ -1 0 2, -1 0 2. S2 y2 z2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. അതായത് 1 1 0. ഇനി A1 B1 C1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നത് 4 4 4. ഇനി A2 B2 C2 എന്ന് പറഞ്ഞാൽ ഏതാ 2 - 1 1. അപ്പോൾ നമ്മുടെ ഇക്വേഷനായി. ഇനി ഇത് ഡയറക്റ്റ് നമ്മൾ ഏതിലേക്ക് കൊടുക്കണം? SD-യുടെ ഫോർമുലയിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മുടെ SD-യുടെ ഇക്വേഷൻ എന്നാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു S2 - x1. ഫോർമുല പറയാം. S2 - x1 y2 - y1 Z2 - z1 A1 B1 C1 A2 B2 C2 മാഗ്നിറ്റ്യൂഡ് ഡിറ്റർമിനൻറ്റ്. ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് I J K ഇവിടെ വരുമ്പോൾ A1 B1 C1 A2 B2 C2. ഇത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനേക്ക് വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ S2 - x1 S2 എന്ന് പറഞ്ഞാൽ ഏതാ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ 1 ഡിറ്റർമിനൻറ്റ് 1 - -1. അടുത്ത y2 - y1 y2 എന്ന് പറഞ്ഞാൽ ഏതാണ്? 1 - 0 1 - 0. Z2 - z1 0 - 2. രണ്ടാമത്തെ A1 B1 C1 എന്ന് പറഞ്ഞാൽ 4 4 4. ഇനി A2 B2 C2 എന്ന് പറഞ്ഞാൽ 2 - 1 1. ഡിറ്റർമിനൻറ്റ് കൊടുത്തു. ഡിറ്റർമിനൻറ്റ് I J K ഇത് വെറുതെ എഴുതിയാൽ മതി. നമുക്കൊന്ന് ആൻസർ എളുപ്പത്തിൽ ഇത് എഴുതാം കേട്ടോ. 2 - 1 1 ഡിറ്റർമിനൻറ്റ് കൊടുത്തു. നമ്മുടെ ഇക്വേഷനായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ വാല്യൂ ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. 1 - 1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. 2 1 - 2 വരും. ഇത് 4 4 4 വരും. ഇത് 2 - 1 1 വരും. ഡിറ്റർമിനൻറ്റ് അങ്ങനെ തന്നെ വരും. ഇവിടെ I J K ഇവിടെ വരുന്ന ഈ നമ്പർ അങ്ങനെ തന്നെ ഇവിടെ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ 4 4 4 2 - 1 1 ഡിറ്റർമിനൻറ്റ് വരും. അതായത് നമ്മൾ ഈ ഫോർമുലയിലേക്കകത്ത് വാല്യൂസ് അങ്ങനെ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 - 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? 1 - 0 എന്ന് പറഞ്ഞാൽ 1 0 - 2 എന്ന് പറഞ്ഞാൽ -2. ഇത് അങ്ങനെ തന്നെ വരും. 4 4 4 വരും. 2 - 1 1 അങ്ങനെ തന്നെ വരും. ഇത് താഴെ അങ്ങനെ തന്നെ വരിക. ഇനി ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇത് നമ്മൾ ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് രണ്ട് ഫോർമുല ഉപയോഗിക്കാം. A2 - A1 ഡോട്ട് B1 ക്രോസ് B2 ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 എഴുതാം. പക്ഷേ അതിനേക്കാൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ഇതാണ്. അതുകൊണ്ട് ഇത് കാർട്ടീഷ്യൻ ഫോം ഉപയോഗിച്ചാൽ കേട്ടോ. ഇനി നമ്മൾ ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം 2 അങ്ങനെ തന്നെ എടുത്തു. അപ്പോൾ 4 × 1 4 -1 × 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 വരും. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്പർ വരുമ്പോൾ 1 ഇൻറ്റു ഈ റോ കഴിഞ്ഞ് ഇതാണ് 4 × 2 8 -4 × 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. നമ്മളവിടെ +j എടുക്കാം -j എടുക്കാം എന്ത് വേണമെങ്കിലും നമ്മൾ ഓൾറെഡി നേരെ ഡയറക്റ്റിന് എടുത്തു പോവുക. ദെൻ അടുത്ത് വരുമ്പോൾ -2 ഇൻറ്റു ഈ റോയും ഈ കോളവും പോകും. 4 × -1 -4 4 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -8. നമ്മുടെ ആൻസറായി കഴിഞ്ഞു. ഇനി ഈ ഡിനോമിനേറ്റർ നമ്മൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ എഴുതുമ്പോൾ ഇവിടെ നോക്കുക 4 - 4 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻറ്റ് I J K ആണ്. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ 4 - 4 എന്ന് പറഞ്ഞാൽ എന്താ 8I അല്ലേ? അപ്പോൾ 8 ഇൻറ്റു ഈ 2വിൻ്റെ സ്ഥാനത്ത് I കൊടുക്കുക ഡിറ്റർമിനൻറ്റ് ഓഫ്. ദെൻ അടുത്ത് നോക്കുക 8 - 4 എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 4J കൊടുക്കുക പ്ലസ്. ദെൻ അടുത്ത് നോക്കുക -4 - 8K -12K കൊടുക്കുക ഡിറ്റർമിനൻറ്റ് കൊടുക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരൊറ്റ സ്റ്റെപ്പ് ഉള്ളൂ. 4 - 4 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ അതിനകത്ത് ഈ 2വിൻ്റെ സ്ഥാനത്ത് I ചേർക്കുക. അപ്പോൾ 8I. ഇവിടെ 8 - 4 4. അപ്പോൾ 4J കൊടുക്കുക. 1ൻ്റെ സ്ഥാനത്ത് J കൊടുക്കുക. ഇനി -4 - 8 -12. അപ്പോൾ ഈ -2വിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? നമ്മൾ ആ നമ്പറിൻ്റെ സ്ഥാനത്ത് K കൊടുക്കുക. അപ്പോൾ എപ്പോഴും ചെയ്യുമ്പോൾ ഈ 2 1 -2 നോക്കരുത്. അതിന് പകരം I J K എന്ന് ഓർത്ത് വയ്ക്കുക. ക്ലിയർ ആയല്ലോ? ഈ ബ്രാക്കറ്റ് വരുന്ന നമ്പർ അങ്ങനെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. 4 - 4 8 8 - 4 4J -4 -8 -12K. അപ്പോൾ എഴുതുമ്പോൾ നമ്മൾ ഇവിടുത്തെ മിഡിൽ ടേം എപ്പോഴും പോസിറ്റീവ് എഴുതും. നെഗറ്റീവായി എഴുതണമെങ്കിൽ അതിനകത്തേക്ക് ഇവിടെ വരുന്ന നമ്പർ ആ നെഗറ്റീവും കൂടെ ആഡ് ചെയ്ത് നമ്മൾ കയറ്റണം. അപ്പോൾ നമ്മൾ ഓൾറെഡി പോസിറ്റീവ് എഴുതിയാൽ മതി. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അപ്പോൾ 2 ഇൻറ്റു അപ്പോൾ 4 -4 8 വരും. അതെഴുതി പ്ലസ് 1 ഇൻറ്റു 8 - 4 4 വരും. അതങ്ങനെ തന്നെ എഴുതി.
ദെൻ -2 ഇൻറ്റു -4 -8 -12 വരും. അതങ്ങനെ തന്നെ എഴുതി. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 8i + 4j - 12k എന്ന് പറഞ്ഞാൽ ഏതാണ് വെച്ചാൽ 8ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ പ്ലസ് -12ൻ്റെ സ്ക്വയർ ആണ് മനസ്സിലായി. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ SDI സിമ്പിൾ ഫോർമുലയേ ഉള്ളൂ. ആ വാല്യൂ കൊടുക്കാം, പെട്ടെന്ന് നമുക്ക് ആൻസർ ആയി. മറ്റേ A2 - A1 B1 ക്രോസ് B2 ഒക്കെ കാണുന്നേക്കാൾ എളുപ്പമാണ്. പിന്നെ നിങ്ങൾക്ക് ഏതാണ് എളുപ്പം അത് അപ്ലൈ ചെയ്യുക കേട്ടോ. 8 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 16. ഇവിടെ +4, ഇവിടെ -2 × -12 ദാറ്റ് ഈസ് ഈക്വൽ ടു +24 വരും. ദെൻ ഇവിടെ √64 വരും, +16 വരും, പിന്നെ -12 × 12 144 വരും. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആൻസർ ആയി. നമ്മുടെ ഈ വാല്യൂസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 16 + 4 + 24 44 വരും. 64 + 16 + 144 എന്ന് പറഞ്ഞാൽ 224 വരും. ദെൻ ആൻസർ ആയി. SD എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 44/√224 കിട്ടും. ക്രിസ്മസ് എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സെയിം ചോദിച്ചിട്ടുണ്ട് കേട്ടോ.